ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഇവള് കുറെ ദിവസമായിട്ട് ഒരു വീഡിയോനെ കാണിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാലോ മുല്ലപ്പെരിയാറിന്റെ ഒരു വിഷയമുണ്ട്. അപ്പോ എല്ലാം ഇതാക്കണത് എന്താന്ന് വെച്ചാൽ ഞാൻ വിജയ് ഫാനാണല്ലോ. അപ്പൊ അതാണ് സംഭവം. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തമിഴ്നാട്ടില് വിജയ് സമ്മതിക്കണില്ല. മുല്ലപ്പെരിയാറ് പുതിയത് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ അവരുടെ പെർമിഷൻ എന്തൊക്കെ വേണം. അപ്പോൾ അത് വിജയ് എതിർക്കുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പം അതാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ വിജയ് ഫാൻസിനും എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അത് വിജയ് ഫാൻസിൻ്റെ വിട്ടേക്ക്, ഇവിടെ കേരളത്തിലുള്ള അത്രയും കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, എത്ര കണക്കൊന്നും എനിക്കറിയില്ല, അത്രയും പേരുടെ ജീവൻ പോണ ഒരു കേസ് കേട്ടാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എത്രയും വേഗം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്രയും പേരുടെ, അല്ലെങ്കിൽ വിജയ് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഇത്രയും ആൾക്കാരുടെ ജീവൻ പോണ ഒരു കേസ് കേട്ടിൽ പുള്ളി ചെയ്യാത്ത മനുഷ്യൻ, അത്രയും നല്ലൊരു മനുഷ്യനാണ് പുള്ളി. അപ്പൊ പുള്ളി എന്താണ് ഇതിൽ ഇടപെടാത്തതെന്ന് അറിയില്ല. എത്രയോ ലക്ഷക്കണക്കിന്, എത്രയോ 14 ജില്ല, 14 ജില്ലയില് 5-6 ജില്ല പോകും. കുറെ ജില്ല പോകും. എത്ര ജില്ല പോകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. നമുക്കിതിനെ കുറിച്ച് വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ്. സുനാമി വന്നതിനെക്കാട്ടും ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇവള് കാണിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. അത് AI വെച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ചെറിയ ക്ലിപ്പ്. അടുത്തായിട്ട് മഴ പെയ്തെന്നും പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം ഫ്ലഡായി. കോട്ടയം ഇതൊക്കെ നല്ല രീതിക്ക് മുങ്ങി കിടക്കണേ. ഒരു ചെറിയൊരു മഴ പെയ്തതിന്റെ ഇതിൽ തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡാം പൊട്ടി എന്തുണ്ടാവും? ഒരുപാട് ആൾക്കാരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരിക്കും. നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സേവ് കേരള അല്ലേ. എല്ലാവരും ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് പേരില്ല, അവരൊക്കെ നല്ല രീതിക്ക് ഒന്ന് പ്രതിഷേധിച്ച് ഒരു യൂട്യൂബേഴ്സിന്റെയും ഇവരുടെയൊക്കെ വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിലുള്ളവരുടെയൊക്കെ വീഡിയോ, ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെയൊക്കെ വീഡിയോസ് ഒരുപാട് മെയിൻ ആയിട്ടുള്ള ആൾക്കാരും രാഷ്ട്രീയക്കാരും പൊളിറ്റിക്സും മന്ത്രിയും ഇവരൊക്കെ കാണുന്നവരാ. നമ്മളെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തവരാ. നമ്മുടെ വീഡിയോ ഒന്നും അധികം റീച്ച് കയറി തുടങ്ങാൻ ഒന്നും ആയിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തവരാ. നമ്മൾ തന്നെ ഇത്രയും പറയുമ്പോഴത്തേക്കും അത്യാവശ്യം റീച്ച് ആയിട്ടുള്ളവരും മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ച് നല്ല രീതിക്ക് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം എത്തേണ്ട അടുത്തൊക്കെ എത്തും. അപ്പൊ നിങ്ങളെ ആരും തനങ്ങാത്ത, നമ്മുടെ കേരളത്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും അനങ്ങിയില്ലെങ്കിൽ നാളെ നമ്മളും ഈ നിൽക്കണ ഏത് സെക്കൻഡ് വേണേലും നമുക്ക് എപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒട്ടും ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ സാധനം പൊട്ടാൻ പോണത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതാക്കുക. നമ്മളെ കേരളത്തിനെ നമ്മളല്ലാണ്ട് വേറെ ആരെ രക്ഷിക്കാനാണ്? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം തമിഴ്നാട്ടിലാണെങ്കിലും വിജയുടെ അടുത്താണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ സംസാരിച്ച്, നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും കാണില്ലേ പണ്ടാരപ്പുള്ളി, ഇത് അരക്കടില്ല. ഇലക്ഷൻ ജയിച്ചായിട്ട് പിന്നെ പുള്ളിയുടെ ഫോട്ടോയും പേരും പോലും കാണാനില്ല. അപ്പൊ ഇവരൊക്കെ കൂടെ എല്ലാം എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തിരുന്നെങ്കിൽ ബൈ ബൈ. അപ്പൊ എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നമ്മളും വളരട്ടെ, എല്ലാവരും വളരട്ടെ. നമ്മൾ ഇഷ്ടപ്പെടണല്ലേ?